ഹായ് ഫ്രണ്ട്സ്, ഒരു കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ വീഡിയോയും കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പൃഥ്വിരാജ് സുകുമാറിൻ്റെ ഏറെ നാളുകളായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയുടെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഖലീഫ നമുക്കറിയാം, വൈശാഖ് പൃഥ്വിരാജ് കോമ്പിനേഷനിൽ വരുന്ന സിനിമയാണ്. ഒരുപാട് നാൾക്ക് ശേഷം ഇവർ രണ്ടുപേരും ഒരുമിച്ച് വരുന്നൊരു കോംബോ. അപ്പോൾ വൈശാഖ് മുമ്പ് പോക്കിരിരാജയാണ് നമ്മൾ പൃഥ്വിരാജിനെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഖാലിഫുമായിട്ട് വന്നിരിക്കുന്നു. ജിനൂബി എബ്രഹാമാണ് ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ. അപ്പോൾ നമുക്ക് ഇതിന്റെ ഗ്ലിംപ്സേ വന്നിട്ടുണ്ട്, എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. In what seems like a plot straight out of a movie script, police and customs officials have unearthed a multi-million-dollar gold smuggling racket operating out of the Middle East through networks in London, Nepal and Kerala. Though details remain unclear, an arrest പെട്ടല്ലതിന്റെ ആമർ ഇനി ഇന്ത്യ മഹാരാജ്യത്തെ എവിടെ അവൻ കാലെടുത്ത് കുത്തിയാലും അപ്പൊക്കെ ആത്തട അതാ ഈ കോഫി പോസ്റ്റ് എടുക്കുന്നു. പണിക്കർ സാറെ, എങ്ങക്കറിയും ഈ നാട്ടിൽ എങ്ങനെ കൊഫെ പോസ ഉണ്ടായെന്ന്? അങ്ങ് വടക്ക് സുക്കൂർ നരയൻ ബാക്കിയും ഹാജി മസ്താനും, ഈട തെക്ക് മുതലിയാരും, പിന്നെ മാമ്പറയ്ക്കൽ അമ്മദാരി. ഇന്നീ നാലാളെയും കൊണ്ട് ശരിക്കും വെള്ളം കുടിച്ചു പോയിരുന്നു മിസ്സിസ് ഗാന്ധി. അങ്ങനെ ഒരു 74 പാർലമെന്റ് കൊഫൈ പോസ പാസ്സാക്കുന്നത്. എന്നിട്ട് ആ പോസയമേൽ ഒരു അരമണിക്കൂർ അമ്മദാലിനെ പിടിച്ച് അകത്തിടാൻ ഓരെ കൊണ്ടായിട്ടില്ല സാറേ. ആ അമ്മദാലിന്റെ പേരക്കുട്ടിയാവോൻ ആമിർ. സാറൊന്ന് ശ്രമിച്ചു നോക്ക് ആമിർ അലീനെ പൂട്ടാൻ. അപ്പ കാണാം മമ്പറം പള്ളിയിലെ ഉറൂസ്. പൃഥ്വിരാജ് സുകുമാർ രാജ്യത്തിൽ തോണിക്ക് നിൽക്കുന്നു. ഫിലിമിൽ ജോമോൻ ഓണം 2026. ഓക്കെ, അപ്പോൾ ഗ്ലിംസ്, ഒഫീഷ്യൽ ഗ്ലിംസിന് ദ ബ്ലഡ് ലൈൻ എന്നാണ് ടാഗ് ലൈൻ. അപ്പോൾ ഇത് പക്ക ഒരു ഗാങ്സ്റ്റർ പടമാണ്. ഗോൾഡ് സ്മഗ്ലിംഗ് ആണ്. ആമിർ അലി എന്നൊരു ക്യാരക്ടറിലാണ് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരനെത്തത്. നമ്മുടെ രാജുട്ടൻ ഒരു പക്ക ഗാങ്സ്റ്റർ ആയിട്ട് മുംബൈ അധോലോകമാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇത് ഫോറിനുള്ള കളിയാണ്. പിന്നെ വൈശാഖിന്റെ സ്ഥിരം പാറ്റേൺ സിനിമയല്ലാതെ ഒരു പക്ക ഒരു ഗാങ്സ്റ്റർ പടമായിട്ടാണ് വരുന്നത്. അപ്പൊ ഇതൊരു മലയാളത്തിലൊരു KGF ആയി മാറാൻ ചാൻസ് ഉണ്ട്. പിന്നെ പൃഥ്വിരാജന്റെ സ്റ്റൈലും തന്നെ, മാസായാലും തന്നെ, ആക്ഷൻ ആയാലും തന്നെ പറയേണ്ടതില്ലാലും വൈശാഖാണ് കൂടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പടം അടിപൊളിയായിരിക്കും. ഓണം റിലീസായിട്ടാണ് എത്തുന്നത്. അപ്പോൾ ജെയ്ക്സ് ബിജോയ് ആണ് മ്യൂസിക് ഡയറക്ടർ. ജെയ്ക്സ് ബിജോയ് ഒന്നാമത് നല്ല ടോപ്പിൽ നിൽക്കുകയാണ്. എല്ലാ സിനിമയും ഹിറ്റ് പാട്ടുകളായാലും ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളായാലും തന്നെ സിനിമയിലും വലിയ വിജയമായിരിക്കുകയാണ്. അപ്പോൾ ജെയ്ക്സ് ബിജോയുടെ ഒരു 1.5 അടിപൊളി ബാക്ക്ഗ്രൗണ്ടും മ്യൂസിക്കും കേൾക്കാം എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഖലീഫയുടെ അപ്ഡേറ്റുകൾ ഇത്രയാണ് വന്നിരിക്കുന്നത്. എല്ലാം നല്ല നല്ല മികച്ച ടെക്നീഷ്യൻസ് ആണ് ഈ സിനിമയ്ക്കകത്തുള്ളത്. ഇന്ദ്രൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ്. കൂടെ പൃഥ്വിരാജ്,
മറ്റ് കഥാപാത്രങ്ങൾ ആരാണെന്ന് ദൃശ്യയിൽ പുറത്തു വന്നിട്ടില്ല. എന്തായാലും കാത്തിരിക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്, സബ്സ്ക്രൈബ് ചെയ്യാം.